ക്യാമറക്കണ്ണിലൂടെ കഥ പറഞ്ഞ ഖദീജ ജയാന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. പല രാജ്യങ്ങളിൽ നിന്നും ഫോട്ടോകൾ ഒപ്പിയെടുത്ത് നമുക്ക് പ്രദർശിപ്പിച്ച ഖദീജ ജയാൻ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഈ ഇവിടെയുള്ള ഈ ഫോട്ടോകളും അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളും എന്ന് പറയാം? തീർച്ചയായിട്ടും ഇവിടെ ചുറ്റും കാണുന്ന ഫോട്ടോഗ്രാഫ്സ് എൻ്റെ കഴിഞ്ഞ 2 വർഷക്കാലത്ത് കണ്ടിട്ടുള്ള കാഴ്ചകളുടെ ഭാഗമായി ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള സ്ഥലങ്ങൾ, ആളുകൾ, എക്സ്പീരിയൻസസ് അതിൻ്റെ എല്ലാം ഒരംശമാണ്. അതേപോലെ യാത്രയിലുടനീളം ഉണ്ടായിട്ടുണ്ടായിരുന്ന എഴുത്ത് കവിതയുടെ രൂപത്തിൽ അതും ഇതിന് ഒരു കമ്പാനിയനായിട്ട് വരുന്നുണ്ട്. ഈ ഫോട്ടോ പ്രദർശനങ്ങൾ നാളെ ഏത് സമയത്താണ് കഴിയുക? അത് പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പ്രേക്ഷകർ ഇവിടെ കാണാൻ സമയം, കഴിയുന്ന സമയം ഒന്ന് അറിയോ? തീർച്ചയായും. ജാനുവരി 30 വെള്ളിയാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത്. എല്ലാ ദിവസവും രാവിലെ 11 മണി മുതൽ 7 മണി വരെ പ്രദർശനമുണ്ട്. ആൻഡ് നാളെ 8-ാം തീയതി ഫെബ്രുവരി 8-നാണ് അവസാനിക്കുന്നത്. അതുവരെ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു വരാൻ. ഇതെൻ്റെ ആദ്യത്തെ സോളോ എക്സിബിഷനാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എങ്ങനെയാണ് ഇതിനോട് കണക്ട് ചെയ്യുന്നത്, റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നറിയാൻ ഞാനും ആകാംക്ഷയോടെ നോക്കി നിൽക്കാം. ഏത് രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഈ ക്യാമറക്കണ്ണിലൂടെ ഒപ്പിയെടുത്ത്? അർമേനിയ, സൗദി അറേബ്യ, യുഎയിലാണ് ഞാൻ പ്രസന്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. ജോർദാൻ, കസാക്കിസ്ഥാൻ, ശ്രീലങ്ക, ഒമാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫോട്ടോഗ്രാഫ്സ് ആണ് ചുറ്റുമുള്ളത്. ഈ പ്രദർശനം കഴിഞ്ഞ വേറെ സ്ഥലങ്ങളിൽ ഉദ്ദേശിക്കും ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നുണ്ട്. ഇത് ഒരു തുടക്കമായിട്ട് തന്നെ കാണുന്നു. ഇതിന്റെ മുമ്പ് പല സ്ഥലങ്ങൾ കാരപ്പറമ്പ് ഗാലറിയിൽ ഞാനും സുഹൃത്തും ആയിട്ട് ഒരു പെർമനന്റ് കളക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്റ്റേറ്റ് എക്സിബിഷന് നോമിനേഷൻ വന്ന വർക്ക് ദർബാർ ഹാളിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഗ്രൂപ്പ് ഷോയുടെ ഭാഗമായിട്ട് ഏകമിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വോളിയത്തിൽ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് അതേപോലെ തന്നെ നമ്മൾ പല സമയങ്ങളിലും സാധാരണ എന്ന് കണ്ട് നമ്മുടെ തന്നെ ആർക്കൈവ്സിൽ നിന്നു പോകാവുന്ന വിഷ്വൽസിനെ മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത് തീർച്ചും നല്ലൊരു റിയലൈസേഷൻ ആണ്, എക്സ്പീരിയൻസ് ആണ്. അതിങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് വീട്ടുകാരുടെ പരിപാടി? വീട്ടുകാര് എല്ലാത്തിനും സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ സ്റ്റഡീസ് ആണെങ്കിലും ഞാൻ അവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ആർക്കിടെക്ചർ കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. ആർക്കിടെക്റ്റ് ആണ്. അത് മുതൽ ഇവിടം വരെ ആണെങ്കിലും പല രീതിയിലും മറ്റു ചില നെഗോസിയേഷൻസ് ഉണ്ടായിട്ടുണ്ടാകുമെങ്കിലും ഇതുവരെ പറ്റുന്ന രീതിയിൽ ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഖദീജ ജയാന്റെ ക്യാമറക്കണ്ണിൽ ഒപ്പിയെടുത്ത ഫോട്ടോകളാണ് നമ്മൾ കണ്ടത്. എല്ലാവരും നാളെ 8-ാം തീയതി, ആ 8-ാം തീയതി ഇവിടെ സമാപിക്കും. എല്ലാവരും ഇന്നും നാളെയായിട്ട് ഇവിടെ എത്തണം. ഖദീജ ജയാന് നല്ല സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.